So today we are going to discuss Earth's magnetism. That is the third chapter. This is the third chapter is magnetism. Okay. So magnetism first topic on Earth's magnetism, magnetic elements. Okay. So let us start with Earth's magnetism. Okay. So first of all, magnetism എന്ന് പറയുന്നത് എന്താണെന്ന് ആദ്യം നോക്കാം, പിന്നെ എർത്ത് മാഗ്നറ്റിസത്തിലേക്ക് പറയാം. പക്ഷെ ബേസിക്കലി magnetism is due to the motion of charges, or we can say the interaction between two currents or two moving charges. Just like ഏതുപോലെ രണ്ട് ചാർജുകൾ റെസ്റ്റിലിരിക്കുന്ന രണ്ട് ചാർജുകൾ തമ്മിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് പോലെ, ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുന്നത് പോലെ, ഏതുപോലെ രണ്ട് മാസുകൾ തമ്മിൽ അട്രാക്ട് ചെയ്ത് ഒരു ഗ്രാവിറ്റേഷൻ ഫീൽഡ് ഉണ്ടാകുന്നത് പോലെ രണ്ട് കറണ്ടുകൾ തമ്മിൽ ഇന്ററാക്ട് ചെയ്ത് ഒരു ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് മാഗ്നറ്റിസം അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. സോ ദ സോഴ്സ് ഓഫ് മാഗ്നറ്റിസം ഈസ് മൂവിങ് ഓഫ് ചാർജസ് ഓർ മോഷൻ ഓഫ് ചാർജസ്. ക്ലിയർ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഓക്കെ. സോ ആസ് വി നോ, ആൾക്കാർ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അല്ലേ. നൗ a current carrying wire attracts another current carrying wire as per the law of the magnetism, force of magnetism, that is mu 0 by 4 pi I1 I2 by R square. ഏതുപോലെ കൂളോംസ് ലോ അനുസരിച്ച് രണ്ട് റെസ്റ്റിലിരിക്കുന്ന ചാർജുകൾ തമ്മിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് പോലെ രണ്ട് കറണ്ടുകൾ തമ്മിൽ ഒരു എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് mu 0 by 4 pi I1 I2 by R square. ഓക്കെ. ഇനി ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ അനുസരിച്ചും പിന്നെ എന്താണ് ലോറൻസ് ഫോഴ്സ് അനുസരിച്ചും നമുക്ക് എന്ത് ചെയ്യാം, ആ ഫോഴ്സിന്റെ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും കണ്ടുപിടിക്കാൻ പറ്റും. എന്തായാലും ഫോഴ്സ് ആക്ട് ചെയ്യുന്നതുകൊണ്ട് ആ ഫോഴ്സ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കറണ്ട് മൂവിങ് ചാർജസ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ +2 പഠിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ എർത്ത് മാഗ്നറ്റിസം എന്ന് പറയുമ്പോൾ ഭൂമിയുടെ ഉള്ളിൽ പ്രസന്റ് ആയിട്ടുള്ള എലമെന്റ്സ്, ദാറ്റ് ഈസ് മാഗ്നറ്റിക് എലമെന്റ്സ് ആയ അയൺ, കൊബാൾട്ട്, നിക്കലിന്റെ പ്രസൻസ് കൊണ്ടുണ്ടാകുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡാണ് എർത്ത് മാഗ്നറ്റിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഭൂമിയുടെ ഉള്ളിൽ, ആസ് വി നോ ദാറ്റ്, നമുക്കറിയാം ഭൂമിയുടെ ഉള്ളിനെ നമ്മൾ മൊത്തം സ്ട്രക്ചറിനെ നമ്മൾ 3 ബേസിക് ആയിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. അറിയാലോ, ക്രസ്റ്റ്, മാൻഡിൽ, കോർ എന്ന് പറയുന്ന 3 ലേയേഴ്സ് ആയിട്ട് ഭൂമിയെ തിരിച്ചിട്ടുണ്ട്. ക്രസ്റ്റ്, മാൻഡിൽ, കോർ എന്ന് പറയുന്ന 3 ലേയേഴ്സ് ആണ് ഭൂമിയിലുള്ളത്. ആ ലെയറിലെ പല സ്ഥലത്തായിട്ടും പ്രസന്റ് ആയിട്ടുള്ള മാഗ്നറ്റിക് എലമെന്റ്സ് ആയ അയൺ, കൊബാൾട്ട്, നിക്കൽ, മോസ്റ്റ് മേജർ എലമെന്റ്സ് ആയ അയൺ, കൊബാൾട്ട്, നിക്കലിന്റെ പ്രസൻസ് കൊണ്ടുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആണ് എർത്ത് മാഗ്നറ്റിസം. സോ ആസ് എ റിസൾട്ട് ദ എർത്ത് ഇറ്റ് സെൽഫ് ബിഹേവ്സ് ലൈക്ക് എ ജയന്റ് ബാർ മാഗ്നറ്റ്. ഒരു ഭയങ്കരമായ ഒരു ബാർ മാഗ്നറ്റ് പോലെ ഭൂമി ബിഹേവ് ചെയ്യുന്നു. ഓക്കെ. ആസ് വി നോ ദാറ്റ് the earth has a geometric poles. Geometric poles എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ സ്വന്തം പോൾസ് ആണ്. ഭൂമിയുടെ മുകളിലുള്ള നോർത്ത് പോളും ഭൂമിയുടെ ഏറ്റവും താഴെയുള്ള സൗത്ത് പോൾ എന്ന് വെച്ചാൽ ഭൂമി ഏകദേശം ഒരു സ്പിയർ ആണെന്ന് സങ്കല്പിക്കുകയാണെങ്കിൽ ആ സ്പിയറിന്റെ ടോപ്പ് നോർത്ത് പോളും താഴെ സൗത്ത് പോളും എന്ന് പറയുന്നതിനാണ് ജിയോമെട്രിക്കൽ പോൾസ് അല്ലെങ്കിൽ ജിയോമെട്രിക്കൽ, ആ പ്ലെയിനിനെ ജിയോമെട്രിക്കൽ മെരിഡിയൻ എന്ന് നമ്മൾ പറയും. അപ്പോ ആ ജിയോമെട്രിക്കൽ മെരിഡിയനിൽ നിന്നും 13 ഡിഗ്രിയോളം വലത്ത് വശത്തേക്ക് ചരിഞ്ഞ ഒരു അലൈൻഡ് പ്ലെയിൻ എന്ന് സങ്കല്പിക്കുന്നതിനെയാണ് മാഗ്നറ്റിക് മെരിഡിയൻ അല്ലെങ്കിൽ മാഗ്നറ്റിക് മെരിഡിയൻ ഓഫ് എർത്ത് എന്ന് പറഞ്ഞാൽ ആ എർത്തിന്റെ ജയന്റ് ബാർ മാഗ്നറ്റ് ചരിഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞാൽ ജിയോമെട്രിക് മെരിഡിയനിൽ നിന്നും 13 ഡിഗ്രിയോളം അലൈൻഡ് ആംഗിൾ റൈറ്റിലേക്ക് തിരിഞ്ഞിട്ടാണ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് മെരിഡിയൻ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ.
Now, the Earth's magnetic field extends millions of kilometers into outer space and looks very much like a bar magnet. ലക്ഷക്കണക്കിന് കിലോമീറ്ററോളം ദൂരത്തിൽ ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ആൻഡ് ലുക്സ് വെരി മച്ച് ലൈക്ക് എ ബാർ മാഗ്നറ്റ്. ഒരു ബാർ മാഗ്നറ്റ്, കാന്തം, സാധാരണ നമ്മൾ കാണുന്ന ഒരു കാന്തം, ഒരു ക്യൂബോയിഡ് പോലെ ഇരിക്കുന്ന ഒരു കാന്തക്കട്ട നോർത്ത് പോളും സൗത്ത് പോളും ഉള്ളത് പോലെ തന്നെയാണ് ഭൂമിയും ബിഹേവ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ the Earth's south magnetic pole is actually near the North Pole and the magnetic North Pole is in Antarctica. So ഭൂമിയുടെ സ്വന്തം മാഗ്നറ്റിക് ഫീൽഡ് നിന്നും പുറപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഏതുപോലെ മാഗ്നറ്റിക് ഫീൽഡ് എക്സേർട്ട് ചെയ്യുന്നു, അവിടെ ഭൂമിയുടേതായ മാഗ്നറ്റിക് ഫീൽഡിൽ എന്ത് സംഭവിക്കുന്നു? സ്റ്റാർട്ട് ചെയ്യുന്നു. മാഗ്നറ്റിക് ഫീൽഡ്സ് മുകളിൽ നിന്ന് ജോമെട്രിക് നോർത്തിന്റെ അടുത്തുള്ള പോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, വീണ്ടും താഴെ ജോമെട്രിക് നോർത്തിന്റെ അടുത്തുള്ള പോളിലേക്ക് എൻഡ് ചെയ്യുന്നു. ഇനി ഒരു ചോദ്യം, നമ്മളൊരു കോമ്പസ്, വൈ എ കോമ്പസ് മാഗ്നറ്റ്സ് നോർത്ത് പോൾ ആക്ച്വലി പോയിന്റ്സ് നോർത്ത്. അതായത് നമ്മളൊരു മാഗ്നറ്റിക് കോമ്പസ്, നമ്മളെ കയ്യിലൊക്കെ ഇരിക്കുന്ന ചെറിയ മാഗ്നറ്റിക് കോമ്പസ് ബോക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സർക്കിളായിട്ട് ഒരു ചെറിയ ഒരു കണ്ണാടിയൊക്കെ ഉള്ള ഒരു ചെറിയ പെട്ടി ഉണ്ടാവുമല്ലോ, അതിനകത്ത് ഒരു നീഡിൽ ഉണ്ടാവും, കറങ്ങുന്ന ഒരു സർക്കിളൊക്കെ ഉണ്ടാവും. അതിനാണ് മാഗ്നറ്റിക് കോമ്പസ് നീഡിൽ എന്നൊക്കെ നമ്മൾ പറയും. ഈ കോമ്പസ് ബോക്സ് നമ്മൾ തറയിൽ വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള മാഗ്നറ്റിക് നോർത്ത് പോൾ നോർത്തിലേക്ക് തിരിഞ്ഞിരിക്കും, ഭൂമിയുടെ നോർത്തിലേക്ക് തിരിഞ്ഞിരിക്കും. അതേപോലെ അതിന്റെ സൗത്തിലേക്ക് തിരിഞ്ഞിരിക്കും. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ the Earth's magnetic field extends far and wide but it is weak in terms of field strength. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ നോർത്ത് എന്ന് പറയുന്നത് ശരിക്കും ഭൂമിയുടെ ബാർ മാഗ്നറ്റിന്റെ സൗത്തിനെ അട്രാക്ട് ചെയ്യുന്നത് കൊണ്ടാണ്. അതായത് ഭൂമിയുടെ ബാർ മാഗ്നറ്റ് ആയ സൗത്ത് പോൾ കോമ്പസ് ബോക്സിന്റെ മാഗ്നറ്റിക് നീഡിലിന്റെ നോർത്തിനെ അട്രാക്ട് ചെയ്യുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ദ ബാർ മാഗ്നറ്റ് ഓഫ് എർത്ത്, ഭൂമി എന്ന് പറയുന്ന ബാർ മാഗ്നറ്റിന്റെ ശരിക്കുള്ള സൗത്ത് പോൾ മുകളിലാണെങ്കിലും നമ്മൾ പോൾ മുകളിലാണ്, മാഗ്നറ്റിന്റെ സൗത്ത് പോളായി അത് വർക്ക് ചെയ്യുന്നു. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അത് ജോമെട്രിക് നോർത്ത് പോളിന്റെ അടുത്താണ്. ഓക്കെ, എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് എക്സ്റ്റെൻസ് ഫാർ. ഓക്കെ, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വളരെ ദൂരം, ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ വരെ എന്ത് ചെയ്യുന്നു, ഈ ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നു. There is one theory that explains how the Earth's magnetism is caused. The Earth gets its own magnetic field lines because of the presence of the metallic fluids that are present at the outer core as well as the inner core. അതായത് കോർ, ക്രസ്റ്റ്, മാൻഡിൽ എന്ന് പറയുന്ന 3 ലേയേഴ്സ് ഭൂമിക്ക് ഉണ്ടെങ്കിലും അതിൽ തന്നെ നമ്മൾ ഇന്നർ കോർ, ഔട്ടർ കോർ എന്നൊക്കെ പറയും. ഇന്നർ കോർ എന്ന് വെച്ചാൽ ഭൂമിയുടെ സെന്റർ എന്ന് പറയുന്നത് കോർ എന്ന് പറയും. ആ കോറും മാൻഡിലും കൂടെ ചേരുന്നത് ഇന്നർ കോർ. മാൻഡിലിന്റെ അകത്തെ പകുതിയും ശരിക്കുമുള്ള ഭൂമിയുടെ കോറും കൂടെ ചേരുന്നത് ഇന്നർ കോർ എന്നും, പുറത്തുള്ള ക്രസ്റ്റ്, മാൻഡിലിന്റെ പകുതിയും ക്രസ്റ്റും കൂടെ ചേരുമ്പോൾ ഔട്ടർ കോർ എന്നും പറയും. അപ്പൊ ഔട്ടർ കോറിൽ, അതായത് ഭൂമിയുടെ താഴെയുള്ള ആദ്യം കാണുന്ന ലെയറിന്റെ അടിയിൽ കാണുന്ന മോൾട്ടൺ അയൺ ആയിരിക്കും. വൈൽ ദ ഇന്നർ കോർ ഹാസ് ഗോട്ട് സോളിഡിഫൈഡ് എലമെന്റ്സ്. ഇതിനകത്ത് മെറ്റാലിക് ഫ്ലൂയിഡ്സുകൾ അവൈലബിൾ ആണ്. ആ നേരത്തെ പറഞ്ഞ ഈ അയൺ കണ്ടൻസ് ഉള്ള ഇത് കാരണമാണ്. ഈ പടം നിങ്ങൾക്ക് നല്ലപോലെ കാണാൻ സാധിക്കും. നോക്കിയേ, ഈ പടത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് എന്താണെന്ന് നോക്കാം. ഭൂമിയുടെ പടം കാണിക്കുന്നുണ്ട്. അതിൽ നിന്നും ചെറുതെ ചരിഞ്ഞിട്ട് ഒരു മാഗ്നറ്റ് വരച്ചിട്ടുണ്ട്. ആ മാഗ്നറ്റിന്റെ സൗത്ത് പോൾ ഭൂമിയുടെ നോർത്ത് പോളിനടുത്ത് വരുന്നു. അപ്പോൾ ഭൂമിയുടെ സൗത്ത് പോളിന്റെ അടുത്ത് ഭൂമിയുടെ മാഗ്നറ്റിക് നോർത്ത് പോൾ വരുന്നു, ഭൂമിയാകുന്ന ബാർ മാഗ്നറ്റിന്റെ നോർത്ത് പോൾ വരുന്നു. അപ്പോൾ ഭൂമിയുടെ എർത്ത് ബാർ മാഗ്നറ്റിൽ നിന്നും ഫീൽഡ് ലൈൻസ് താഴെ നിന്ന് പുറപ്പെട്ട് മുകളിൽ എത്തിച്ചേരുന്നു. പക്ഷെ നേരെ വെർട്ടിക്കലാണ് ജോമെട്രിക്കൽ മെറിഡിയൻ എങ്കിൽ ആ വെർട്ടിക്കലായ ജോമെട്രിക്കൽ മെറിഡിയനിൽ നിന്നും ചെറുതായിട്ട് ചരിഞ്ഞിട്ടാണ്
മാഗ്നറ്റിക് മെരിഡിയൻ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ദ മാഗ്നറ്റിക് നോർത്ത് പോൾ ഈസ് ലൊക്കേറ്റഡ് ടു ദ സൗത്ത് ഇൻ നോർത്ത് കാനഡ. ദ ജോഗ്രഫിക് സൗത്ത് പോൾ ഈസ് അറ്റ് ദ സെന്റർ ഓഫ് ദ അന്റാർട്ടിക് കോണ്ടിനെന്റ്. അതായത് നോക്കി, മാഗ്നറ്റിക് നോർത്ത് പോൾ യഥാർത്ഥത്തിൽ ജോഗ്രഫിക് സൗത്ത് പോളിനടുത്താണ്, അത് നോർത്ത് കാനഡയ്ക്ക് അടുത്താണ്. ഓക്കെ, അതായത് ജോഗ്രഫിക് സൗത്ത് പോൾ. ഓക്കെ, അതേപോലെ മാഗ്നറ്റിക് പോൾ ഈസ് ഹൺഡ്രഡ്സ് ഓഫ് മൈൽസ് അവേ നിയർ ദ കോസ്റ്റ്. മാത്രമല്ല, ദ റീജിയൻസ് നിയർ ദ മാഗ്നറ്റിക് പോൾസ് കോമ്പസസ് ആർ വിർച്വലി യൂസ്ലെസ്. ഈ മാഗ്നറ്റിക് പോൾസിന്റെ അടുത്ത് നമ്മൾ മാഗ്നറ്റിക് കോമ്പസ് വെച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാ സ്ഥലത്തും മാഗ്നറ്റിക് ഫീൽഡ് ഒരേ ഡയറക്ഷനിൽ വെർട്ടിക്കൽ ആയതുകൊണ്ട് അവിടെ നമുക്ക് ഡയറക്ഷൻ ഒന്നും കാണാൻ പറ്റില്ല. ഓൺലി ആ ഒരേ ഡയറക്ഷനിലായിരിക്കും മാഗ്നറ്റിക് കോമ്പസ് വർക്ക് ചെയ്യുന്നത്. Earth's magnetism is generated by the convection currents of molten iron and nickel in the Earth's core. ഭൂമിയുടെ ഉള്ളിലെ കോറിലുള്ള അയണും നിക്കലും മോൾട്ടൺ സ്റ്റേറ്റിലും ഇരിക്കുന്നത് കൊണ്ട് അത് കൺവെക്ഷൻ കറണ്ട്, അത് മൂവ് ചെയ്യുന്നത് കൊണ്ട്, ഈ കറണ്ട്സ് എന്ന് പറഞ്ഞാൽ മോഷൻ ഓഫ് ഫ്ലൂയിഡ്സ്, അതിനെയാണ് കറണ്ട്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ദേ ക്യാരി സ്ട്രീംസ് ഓഫ് ചാർജ് പാർട്ടിക്കിൾസിന്റെ മോഷൻ കൊണ്ട് മാഗ്നറ്റിസം ഉണ്ടാകുന്നു. That is what the reason for the magnetic field. This magnetic field deflects ionizing charge particles coming from the sun. That is causing solar wind. അപ്പോൾ സൂര്യനിൽ നിന്നും വരുന്ന അയണൈസിങ് ചാർജ് പാർട്ടിക്കിൾസിനെ ഡിഫ്ലക്ട് ചെയ്യുന്ന പ്രോസസ്സും ആര് ചെയ്യുന്നുണ്ട്? എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിനെ സംരക്ഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമായി എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് വർക്ക് ചെയ്യുന്നു. അപ്പോൾ how the earth is being protected, earth's atmosphere is protected by the magnetic field. അപ്പോൾ ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ് ഭൂമിയെ സംരക്ഷിക്കുന്നത്? ദാറ്റ് മീൻസ് സൂര്യനിൽ നിന്നും വരുന്ന ഹാർംഫുൾ ആയിട്ടുള്ള അയോണിക് റേഡിയേഷൻസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിക്കോസ് ഓഫ് ദ എർത്ത് മാഗ്നറ്റിക് ഫീൽഡ്. ദാറ്റ് മീൻസ് ദ എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് exerts a magnetic force on the ions which are charged particles. They are coming from the outer atmosphere, from the sun, because from the sunlight they produces ionization, and the ionized charge particles, harmful ആയിട്ടുള്ള ionized charge particles ഭൂമിയിലേക്ക് വരുന്നതിൽ നിന്നും ഇപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഡിഫ്ലക്ട് ദ അയോൺസ് ഓർ ചാർജ് പാർട്ടിക്കിൾസ് ആസ് പെർ ദ ലോറൻസ് ലോ അനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യും? ചാർജ് പാർട്ടിക്കിൾസിനെ ഡിഫ്ലക്ട് ചെയ്യും. ഇതിനെ നമ്മൾ സോളാർ വിൻഡ് എന്നൊക്കെ പറയും. സോളാർ വിൻഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ സൂര്യനിൽ നിന്നും വരുന്ന ലൈറ്റ് കൊണ്ട് അയണൈസ് ചെയ്യപ്പെടുന്ന അയോൺസുകളെ ഭൂമിയിലേക്ക് വരാതെ സംരക്ഷിക്കുന്ന വേണ്ടി ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യും? അതിനെ ഡിഫ്ലക്ട് ചെയ്ത് ഭൂമിയിലേക്ക് വരാതെ സൈഡിലേക്ക് പറഞ്ഞയക്കും. ദാറ്റ് ഈസ് ഹൗ the Earth's atmosphere is being protected from the harmful ions. Suppose if there is no magnetic shield, ഇങ്ങനെ ഒരു മാഗ്നറ്റിക് ഷീൽഡിംഗ്, ഭൂമിയുടെ മാഗ്നറ്റിക് ഷീൽഡ് ഇല്ലായിരുന്നെങ്കിൽ the solar wind could have slowly destroyed our atmosphere, preventing life on the earth to exist. അഥവാ ഈ മാഗ്നറ്റിക് ഫീൽഡ് ഭൂമിക്ക് ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? ഈ സോളാർ വിൻഡ് പതുക്കെ അറ്റ്മോസ്ഫിയർ നമ്മുടെ അന്തരീക്ഷത്തെ നശിപ്പിച്ച് പ്രിവെന്റിംഗ് ലൈഫ് ഓൺ ദ എർത്ത് ടു എക്സിസ്റ്റ്, ഭൂമിയിൽ ഒരു ജീവൻ നിലനിൽക്കുന്നത് ബുദ്ധിമുട്ടായി മാറുകയും ചെയ്യും. എന്തുകൊണ്ടാണ് മാർസിൽ ഒരു ലൈഫ് എക്സിസ്റ്റ് ചെയ്യാത്തത് എന്ന് പറയുന്ന ഒരു മെയിൻ കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർസിൽ ഇങ്ങനെ ഒരു സ്ട്രോങ് അറ്റ്മോസ്ഫിയർ ഇല്ലാത്തതിനുള്ള കാരണം മാർസിൽ ഇങ്ങനെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പം എർത്തിന് മാത്രമേ ഇങ്ങനെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് അത് സെറ്റ് ചെയ്തിട്ടുള്ളൂ. മാർസിനുള്ളിൽ ഇങ്ങനെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലാത്തത് കൊണ്ട് അവിടെ ഒരു അറ്റ്മോസ്ഫിയർ സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ബിക്കോസ് ഫോർ അറ്റ്മോസ്ഫിയർ to exist there should not be ionizing materials that will destroy the atmosphere. So Mars do not have a magnetic field like Earth. That is why the ions destroy the atmosphere. There is no atmosphere in Mars. That is why there is no life in Mars. Marsil endukonde jeevan illa. So Earth's magnetic poles are not aligned to the actual geographic north and south poles. നിങ്ങൾ ഭൂമിയുടെ യഥാർത്ഥത്തിലുള്ള സൗത്ത് പോൾ ആൻഡ് നോർത്ത് പോൾ നീക്കുന്നത് എക്സാക്ട്ലി വെർട്ടിക്കലും നോർത്ത് മുകളിലും സൗത്ത് താഴെയുമാണ്. ഇൻസ്റ്റെഡ് ദ മാഗ്നറ്റിക് സൗത്ത് പോൾ ഈസ് ഇൻ കാനഡ ആൻഡ് ദ മാഗ്നറ്റിക് നോർത്ത് പോൾ ലൈസ് ഇൻ അന്റാർട്ടിക്ക. കാനഡയിലാണ് എവിടെ ഉള്ളത്? മാഗ്നറ്റിക് സൗത്ത് പോൾ ഉള്ളത്. അപ്പൊ കാനഡയിൽ പോയി നമ്മൾ ഒരു ബാർ മാഗ്നറ്റ് കെട്ടിത്തൂക്കിയിടുകയാണെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ ടു ദാറ്റ് ബാർ മാഗ്നറ്റ്? വിൽ ലൈ വെർട്ടിക്കൽ, അതായത് മുകളിലേക്ക് പൊങ്ങി നിൽക്കും.
നമ്മളൊരു മാഗ്നറ്റ് കെട്ടി തൂക്കുകയാണെങ്കിൽ അത് നേരെ ഹൊറിസോണ്ടലായിട്ട് നിൽക്കുകയും ചെയ്യും. മാത്രമല്ല അത് നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ അവസാനം വന്ന് നിൽക്കും. അതേസമയത്ത് സൗത്ത് പോൾ, മാഗ്നറ്റിക് സൗത്ത് പോൾ എന്ന് പറയുന്നത് ജോഗ്രഫിക് നോർത്ത് പോളിന്റെ അടുത്ത് കാനഡയിലാണ്. എക്സാക്ട്ലി നോർത്ത് പോൾ ജോഗ്രഫിക് നോർത്ത് പോളിലല്ല, കുറച്ച് ലെഫ്റ്റിലേക്ക് ചരിഞ്ഞ് കാനഡയിലാണ് സൗത്ത് പോൾ ഉള്ളത്. മാഗ്നറ്റിക് നോർത്ത് പോൾ ലൈസ് ഇൻ അന്റാർട്ടിക്ക. സോ അന്റാർട്ടിക്ക എന്ന് പറയുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോഗ്രഫിക് നോർത്ത് പോളിന്റെ അടുത്താണ് അന്റാർട്ടിക്ക ഉള്ളത്. ജോഗ്രഫിക് സൗത്ത് പോളിന്റെ അടുത്താണ് ആർട്ടിക്ക ഉള്ളത്. ഈ രണ്ട് സ്ഥലവും എക്സ്ട്രീം കോൾഡ് കണ്ടീഷൻസിലാണ്. അവിടെ ഈ രണ്ട് സ്ഥലവും ദേ ആർ ഇന്റർനാഷണലി ഓക്യുപ്പൈഡ് പ്ലേസ്. ദർ ഇസ് നോട്ട് എ കൺട്രി, ഒരു പർട്ടിക്കുലർ കൺട്രി അല്ല, മറിച്ച് എല്ലാ കൺട്രീസിനും അവകാശമുള്ള രണ്ട് സ്ഥലങ്ങളാണ് ആർട്ടിക്ക ആൻഡ് അന്റാർട്ടിക്ക. എവറി കൺട്രി, മോസ്റ്റ് കൺട്രീസ് ഹാവ് ഗോട്ട് ദെയർ സ്റ്റേഷൻസ്, ബേസ് സ്റ്റേഷൻസ് ഇൻ ദീസ് കൺട്രീസ് ഫോർ റിസർച്ച്. These magnetic poles are inclined by about 10 degrees to the Earth's rotational axis. So all this time your compass was really pointing to America, not the true north. യഥാർത്ഥത്തിൽ നമ്മുടെ മാഗ്നറ്റിക് കോമ്പസുകളെല്ലാം കാനഡയിലേക്കാണ് തിരിഞ്ഞു നോക്കുന്നത്, യഥാർത്ഥത്തിൽ ജോഗ്രഫിക് നോർത്ത് പോളിലേക്കല്ല. So that means there is some reason why this magnetic poles are 10 degrees എന്ന് പറയുന്നതിന് പർട്ടിക്കുലർ റീസൺ ഉണ്ടാവും. ബിക്കോസ് അങ്ങനെ 10 degrees ആയാൽ മാത്രമേ നമ്മുടെ എർത്തിന്റെ അറ്റ്മോസ്ഫിയർ സംരക്ഷിക്കാൻ പറ്റുകയുള്ളൂ. That is how it is really amazing to think that how this is being designed, that ഇങ്ങനെ 10 ഡിഗ്രി ചരിഞ്ഞിട്ടാണ് മാഗ്നറ്റിക് മെറിഡിയൻ ഉണ്ടായത് എന്നുള്ളത്. It is amazing, surprising to understand. So എർത്ത് മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രധാനമായ ഐഡന്റിഫിക്കേഷൻ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് മീൻസ് there are three characteristics or three components of Earth's magnetic field. That means in order to understand something we need some characteristics like name, address, what is your age, all these things are characteristics of a person. Like that, the main three components of Earth's magnetic field are magnetic declination, magnetic inclination, horizontal component. ഈ മൂന്ന് പോയിന്റുകളാണ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡിനെ എന്ത് ചെയ്യുന്നത്, കമ്പോണൻസ് ആയി നമ്മൾ പറയുന്നത്. മാഗ്നറ്റിക് ഡിക്ലിനേഷൻ എന്ന് പറയുന്നത് the angle between the true north and the magnetic north. അപ്പോൾ ഇവിടെ see the true magnetic northum magnetic defined as the angle between the true north and the magnetic north. See, the magnetic north is here, this is the magnetic north, and the true north is here. So this angle is called declination. This is what declination. So this is the true north, this is the magnetic north. Or we can say the angle between the geographic meridian and the magnetic meridian is called as magnetic declination. So on the horizontal plane, the true north is never at a constant position and keeps on varying depending upon the position on the Earth's surface and time. So ഈ ഹൊറിസോണ്ടൽ സർഫസ് എടുക്കുകയാണെങ്കിൽ ഈ ട്രൂ നോർത്ത് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് പൊസിഷനിലായിരിക്കില്ല. ബിക്കോസ് നമ്മൾ ഭൂമിയുടെ ലാറ്റിറ്റ്യൂഡിലേക്ക് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഈ നോർത്ത് നമ്മളുടെ വേരി ചെയ്യുന്നത് കൊണ്ട് നമ്മൾ എർത്തിന്റെ സർഫസും ടൈമും മാറുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഡിക്ലിനേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ആംഗിൾ ബിറ്റ്വീൻ ദിസ് ജോഗ്രഫിക് മെറിഡിയൻ ആൻഡ് ദ മാഗ്നറ്റിക് മെറിഡിയൻ. ഇനി ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ ദ ആംഗിൾ ഓഫ് ഡിപ്പ് എന്ന് പറയാം. ദാറ്റ് ഈസ് ദ ആംഗിൾ മെയ്ഡ് ബൈ ദ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഓൺ ദ എർത്ത് സർഫസ്. എന്താണ് ദ ആംഗിൾ മെയ്ഡ് ബൈ ദ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഓൺ ദ എർത്ത് സർഫസ്? ദാറ്റ് മീൻസ് ആംഗിൾ ഓഫ് ഡിപ്പ് ഇസ് സീറോ അറ്റ് ദ ഇക്വേറ്റർ. എന്ന് പറഞ്ഞാൽ എന്താ, ഇക്വേറ്റർ എന്ന് പറയുന്നത് ഭൂമിയുടെ സെന്റർ, അതായത് ദിസ് ഇസ് വാട്ട്, സോ ദിസ് ഇസ് ദ ഇക്വേറ്റർ. ഈ ഇക്വേറ്ററിൽ ആംഗിൾ ഓഫ് ഡിപ്പ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീറോ ആയിരിക്കും. കാരണം എന്താ, ഈ ഇക്വേറ്ററിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പോകുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, ഇങ്ങനെ പോയി ഇവിടെ വന്ന് വീഴുന്നു. അപ്പൊ ഇവിടെ നമ്മൾ ഒരു മാഗ്നറ്റിക് കോമ്പസ് വെക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മാഗ്നറ്റിക് കോമ്പസിന് ഒരു വെർട്ടിക്കൽ ഇൻക്ലിനേഷൻ ഉണ്ടാവില്ല. ദാറ്റ് മീൻസ് ഇറ്റ് വിൽ ലൈ ഓൺ ദ ഹൊറിസോണ്ടൽ പ്ലെയിൻ. സോ ദർ വിൽ ബി സീറോ ഡിപ്പ് അറ്റ് ദ ഇക്വേറ്റർ. അപ്പൊ പോൾസിലേക്ക് പോകുന്തോറും ഇവിടെ ഒരു മാഗ്നറ്റിക് കോമ്പസ് വെക്കുകയാണെങ്കിൽ ഇങ്ങനെ നിൽക്കും, വെർട്ടിക്കലായിട്ട് നിൽക്കും.
സൗത്ത് പോളിൽ വെക്കുകയാണെങ്കിൽ വെർട്ടിക്കലായിട്ട് നിൽക്കും, ബിക്കോസ് അത് പോൾസ് ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇക്വേറ്ററിലെ ആംഗിൾ ഓഫ് ഡിപ്പ് 0 ആണ്, മാഗ്നറ്റിക് പോൾസിന്റെ ആംഗിൾ ഓഫ് ഡിപ്പ് 90 ആണ്. മൂന്നാമത്തെ കമ്പണന്റ് ആണ് ഒറിസോണ്ടൽ കമ്പണന്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ്. കേൾക്കുന്നുണ്ടോ എല്ലാവരും? ഹലോ, കേൾക്കുന്നുണ്ടോ? ആ, ഹൊറിസോണ്ടൽ കമ്പണന്റ് ഓഫ് ദ എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. There are two components to explain the intensity of the Earth's magnetic horizontal component. Horizontal component എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ഒരു പർട്ടിക്കുലർ ഡയറക്ഷൻ ഇതായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ്. ഇപ്പോൾ നമ്മൾ അറിയാം, ഒരു ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ ഇത് ബി ആണെങ്കിൽ ഇത് ബി എച്ച്, ഇത് തീറ്റ ആണെങ്കിൽ ബി കോസ് തീറ്റ ആയിരിക്കും ബി എച്ച് എന്ന് പറയുന്നത്. ബി കോസ് തീറ്റ ഈസ് കോൾഡ് ബി എച്ച് അല്ലേ? അപ്പോൾ ഈ ഒരു സ്ഥലത്തെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ബി കോസ് തീറ്റ എടുത്തു കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ സ്ഥലത്തെ മാഗ്നറ്റിക് ഒറിസോണ്ടൽ കമ്പണന്റ് കിട്ടും. സി, ദിസ് ഇസ് വാട്ട്, ഇതാണ് ബി, ഇതാണ് തീറ്റ. അപ്പൊ നമ്മൾ ബി കോസ് തീറ്റ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഇൻ ദിസ് ഡയറക്ഷൻ. അപ്പോൾ ഹൊറിസോണ്ടൽ കമ്പണന്റ് കിട്ടി. സി, ദിസ് ഇസ് ഹൊറിസോണ്ടൽ കമ്പണന്റ്. അപ്പൊ നോക്കിയേ, അപ്പൊ നമ്മൾ ഇത് പ്രധാനപ്പെട്ട മാത്തമാറ്റിക്കൽ റിലേഷൻസ് നോക്കാം. ഒരു സ്ഥലത്തെ വെർട്ടിക്കൽ കമ്പണന്റിനെ ഒറിസോണ്ടൽ കമ്പണന്റ് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ടാൻ ഡെൽറ്റ ഈസ് ദ ആംഗിൾ ഓഫ് ഡിപ്പ് ആംഗിൾ എന്ന് പറയും, ഡിപ്പ് ആംഗിൾ. അതേ സ്ഥലത്തെ വെർട്ടിക്കലിനെ ആക്ച്വൽ മാഗ്നറ്റിക് ഫീൽഡിനോട് ഡിവൈഡ് ചെയ്താൽ സൈൻ ഡെൽറ്റ കിട്ടും. കോസ് ഡെൽറ്റ ആണെങ്കിൽ ഹൊറിസോണ്ടൽ കമ്പണന്റിനെ മാഗ്നറ്റിക് ഫീൽഡിനോട് ഡിവൈഡ് ചെയ്താൽ കോസ് ഡെൽറ്റ കിട്ടും. സോ ദിസ് ഇസ് വാട്ട് കോസ് ഡെൽറ്റ, ദിസ് ഇസ് വാട്ട് സൈൻ ഡെൽറ്റ. സോ ഇത് രണ്ടും കൂടെ സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഈസ് ഈക്വൽ ടു BH² പ്ലസ് BV² പ്ലസ് B². അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഒരു സ്ഥലത്തെ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്, റിസൾട്ടന്റ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് സ്ക്വയർ ഓഫ് ദ ഹൊറിസോണ്ടൽ കമ്പണന്റ് പ്ലസ് പ്ലസ് BV², അതായത് വെർട്ടിക്കൽ കമ്പണന്റിന്റെ സ്ക്വയർ പ്ലസ് ഹൊറിസോണ്ടൽ കമ്പണന്റിന്റെ സ്ക്വയർ എടുത്തിട്ട് അതിന് റൂട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ സ്ഥലത്തെ മാഗ്നറ്റിക് ഫീൽഡ് കിട്ടും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈസ് എ മാത്തമാറ്റിക്കലി വി ഹാവ് ടു അനലൈസ് ദിസ് മാഗ്നറ്റിക് ഫീൽഡ്. ദാറ്റ് മീൻസ് നമുക്ക് ഒരു സ്ഥലത്തെ ഈ 3 ഫാക്ടേഴ്സ് നമുക്ക് അറിയാമെങ്കിൽ ആ സ്ഥലത്തിന്റെ കംപ്ലീറ്റ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് ക്യാരക്ടറൈസ് ചെയ്യാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ, ഒന്ന്, ആ സ്ഥലത്തെ ഡിക്ലിനേഷൻ എത്ര. ഇപ്പൊ ഡിക്ലിനേഷൻ എന്ന് പറയുന്നത്, ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഭൂമിയുടെ എവിടെയാണോ ഇരിക്കുന്നത് ആ സ്ഥലം, ഇപ്പോൾ ഭൂമിയുടെ ജിയോമെട്രിക്കൽ മെറിഡിയൻ ഇങ്ങനെ പോകുന്നു, മാഗ്നറ്റിക് മെറിഡിയൻ ഇങ്ങനെ പോകുന്നു, ചെരിഞ്ഞു പോകുന്നു. ഓക്കെ, സോ ഇറ്റ് വിൽ ബി എ കോൺസ്റ്റന്റ് വാല്യൂ ബിക്കോസ് ഇറ്റ് വിൽ റിമെയിൻ on always the same because the angle between the magnetic meridian and the geometric meridian remain the same. Okay, second thing is, as you move from the poles to the equator, the angle of dip decreases from 90 degree to 0 degree, and if you move from the equator to again to the south pole, the angle of dip increases from 0 degree to 90 degree. എന്ന് പറഞ്ഞാൽ നമ്മൾ ഭൂമിയുടെ മുകളിൽ ഇരിക്കുമ്പോൾ ആ പോയിന്റിന് ഒരു ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ഒക്കെ ഉണ്ടാവും. ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഈ ഭൂമിയെ നമ്മൾ പല വരകളായി, സർക്കിളായി തിരിക്കുന്നു. അതായത് ഒറിസോണ്ടലി നമ്മൾ ഇങ്ങനെ സർക്കിൾ വരയ്ക്കുന്നു, അതുപോലെ ലാറ്റിറ്റ്യൂഡ് മുകളിൽ നിന്ന് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. അതായത് ഒരു ബലൂൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ബലൂണിന്റെ സൈഡിൽ കൂടെ സർക്കിൾ വരയ്ക്കാൻ പറ്റും, മുകളിൽ നിന്ന് താഴോട്ട് സർക്കിൾ വരയ്ക്കാൻ പറ്റും. റൈറ്റ്, ഇതിനെയാണ് ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ദാറ്റ് മീൻസ് യു വിൽ ഹാവ് ഒരു പൊസിഷനെ, നമ്മൾ ഭൂമിയിൽ ഇരിക്കുന്ന ഒരു പൊസിഷനിൽ നിങ്ങൾ ഗൂഗിൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗൂഗിളിന്റെ പൊസിഷൻ നമുക്ക് വേണമെങ്കിൽ യു ക്യാൻ ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് എ ലാറ്റിറ്റ്യൂഡ് ഓഫ് യുവർ പൊസിഷൻ എന്ന് ഗൂഗിൾ മാപ്പിൽ നിങ്ങളുടെ പൊസിഷനകത്ത് രീതി കാണിക്കും. വാട്ട് ഈസ് യുവർ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അത് ഈ പറയുന്ന പൊസിഷൻ നോർത്തിൽ എത്രയാണ്, അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെയാണ് ഒരു പർട്ടിക്കുലർ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ആ പോയിന്റിലെ മാഗ്നറ്റിക് ഡിക്ലിനേഷൻ എത്രയാണ്, മാഗ്നറ്റിക് ഇൻക്ലിനേഷൻ എത്രയാണ് എന്ന് പറയുന്നത് നമുക്ക് ഈ 3 വാല്യൂസ് നമുക്ക് അറിയാമെങ്കിൽ യു വിൽ ഗെറ്റ് എ കംപ്ലീറ്റ് ഐഡിയ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എർത്ത് പ്രസന്റ് അറ്റ് യുവർ പ്ലേസ്.
ഇനി ഞാൻ ചോദിക്കട്ടെ, ഹൊറിസോണ്ടൽ കമ്പണന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നമ്മൾ പോൾസിന്റെ അടുത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഹൊറിസോണ്ടൽ കമ്പണന്റ് 0 ആയിരിക്കും. കാരണം വെച്ചാൽ മാഗ്നറ്റിക് ഫീൽഡ് മൊത്തം മുകളിലേക്ക് ഇങ്ങനെ പോവുമായിരിക്കും. പക്ഷെ അത് നേരെ പോയിട്ട് കുറച്ച് കഴിഞ്ഞ് ഭൂമിയുടെ സൈഡിൽ കൂടെ താഴെ വരും. സൈഡിൽ കൂടെ താഴെ വരുമ്പോൾ നമുക്ക് കൂടുതലും ഹൊറിസോണ്ടൽ കമ്പണന്റാണ് കിട്ടുക. പക്ഷെ പോളിന്റെ അടുത്ത് ജീവിക്കുന്ന ആൾക്കാർക്കൊക്കെ വെർട്ടിക്കൽ കമ്പണന്റ് ആയിരിക്കും കൂടുതൽ കിട്ടുക. അതേപോലെ സൗത്ത് പോൾ നോർത്ത് പോളിന്റെ അടുത്തൊക്കെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ്, മാഗ്നറ്റിക് പോൾസ് ഒക്കെ, മാഗ്നറ്റിക് ബാർ മാഗ്നറ്റ് ഒക്കെ കെട്ടിത്തൂക്കിടുകയാണെങ്കിൽ ഇറ്റ് വിൽ ലുക്ക് ലൈക്ക് mostly it will look vertical or it will be declined. It will not be horizontal. നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന കൺട്രി എക്വേറ്ററിന് അടുത്തായത് കൊണ്ട് മാത്രമാണ് നമ്മളുടെ ഒരു മാഗ്നറ്റിക് ബാർ മാഗ്നറ്റ് കെട്ടിത്തൂക്കിയാൽ അത് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിൽക്കാനുള്ള കാരണം, ബിക്കോസ് ഇന്ത്യ ഈസ് ഇൻ ദ ഇക്വേറ്റർ. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ടോപ്പിക് ഇസ് ഓവർ. എർത്ത് മാഗ്നറ്റിസം ഓവർ ആയിട്ടുണ്ട്. ഇനി ഞാൻ സെക്കൻഡ് ചാപ്റ്ററിലെ ഒരു ടോപ്പിക്കും കൂടെ നമുക്ക് പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ് ഇപ്പോൾ നമുക്ക് അവിടെ അവസാനിപ്പിക്കാം. ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആരെങ്കിലും ഒരാൾ പറയോ പ്ലീസ്? ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഓക്കെ, അപ്പൊ ഞാൻ ഇന്നലെ പിന്നെ സെക്കൻഡ് ചാപ്റ്ററിന്റെ കംപ്ലീറ്റ് യൂട്യൂബ് വീഡിയോസ് ഏകദേശം എല്ലാം കൂടെ 12 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ 12 വീഡിയോസും നിങ്ങൾ കാണുക, അതിന്റെ നോട്ട്സ് നിങ്ങൾ എഴുതുക. അപ്പൊ ഇന്നലെ പറഞ്ഞതിൽ ഒരു പാർട്ട് മാത്രം നമ്മൾ യൂട്യൂബ് വീഡിയോയിൽ ഉള്ളതാണെങ്കിൽ ശരി ഒന്നും കൂടെ പറയാം. ഓക്കെ, അപ്പൊ എന്താണെന്ന് നോക്കാം. അതായത് എങ്ങനെയാണ് പൊട്ടൻഷ്യോമീറ്ററിന്റെ വർക്കിംഗ് എന്താണെന്ന് നോക്കാം. Sorry, resistance and superconductivity. ഓക്കെ, ഞാൻ ഒരു കാര്യം ചെയ്യാം. പൊട്ടൻഷ്യോമീറ്റർ അതൊന്ന് കാണാം. ഇവിടെ നിന്ന് അതിൻ്റെ ഫയൽ നോക്കട്ടെ. ഓക്കെ, പൊട്ടൻഷ്യോമീറ്റർ നോക്കാം. ഓക്കെ, പൊട്ടൻഷ്യോമീറ്റർ നമുക്ക് അറിയാം എന്ന് പറയുന്നത് ഒരു 10 മീറ്റർ നീളമുള്ള ഒരു വയറാണ്. അതിൽ 2 സർക്യൂട്ട് ഉണ്ട്, പ്രൈമറി സർക്യൂട്ടും സെക്കൻഡറി സർക്യൂട്ടും. പ്രൈമറി സർക്യൂട്ടിലാണെങ്കിൽ ഒരു എയിൽ നിന്ന് ഒരു, ഇത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ലാബിൽ ചെയ്തിട്ടുള്ളതാണ്. ഇതിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൈമറി സെല്ലിന്റെ വോൾട്ടേജ് ഈ 10 മീറ്റർ വയറിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. മാത്രമല്ല ആ വയറിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത വോൾട്ടേജിന്റെ ഒരു പ്രത്യേക ഭാഗം നമ്മൾ ജോക്കി ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഈ സെക്കൻഡറി സർക്യൂട്ടിലെ ഒരു സെല്ല് ഉപയോഗിക്കുന്നു. ആ സെല്ല് എന്ത് ചെയ്യുന്നു, ഈ വയറിന്റെ ഒരു പാർട്ടിലെ വോൾട്ടേജിനെ ഒപ്പോസ് ചെയ്യുന്നു. പിന്നെ ഒരു ഗാലനോമീറ്റർ, ഒരു ജോക്കി. ഇനി ഈ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് എത്തുമ്പോൾ ഗാലനോമീറ്റർ 0 കറണ്ട് കാണിക്കുന്നതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെല്ലിന്റെ വോൾട്ടേജും ഈ വയറിന്റെ ഈ ഇത്രയും ഭാഗത്തെ വോൾട്ടേജും ഈക്വൽ ആകുമ്പോഴാണ് ഈ കറണ്ട് 0 ആകുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ വോൾട്ടേജും ഒപ്പോസ് ചെയ്യുകയും ഈക്വൽ ആവുകയും ചെയ്യുമ്പോൾ അത് ക്യാൻസൽ ആയി നെറ്റ് വോൾട്ടേജ് 0 ആകും, കറണ്ട് 0 ആകും. ഇപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇന്റേണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത് നോക്കാം. അപ്പൊ നമ്മൾ ആദ്യം ഈ പ്രൈമറി സർക്യൂട്ട് കണക്ട് ചെയ്യുന്നു. അതായത് എയിൽ നിന്നും, ഇത് നിങ്ങൾ ലാബിലൊക്കെ ചെയ്തിട്ടുണ്ട്, ഒരു സെല്ല് കണക്ട് ചെയ്യുന്നു. പിന്നെ ഇവിടെ ഒരു സെല്ല്, സെക്കൻഡറി സെല്ല് കണക്ട് ചെയ്യുന്നു. അതിന് പാരലായിട്ട് ഒരു റെസിസ്റ്റൻസ് ബോക്സ് കണക്ട് ചെയ്യുന്നു. അതിൽ സീരീസ് ആയിട്ട് ഒരു കീയും വേറെ റെസിസ്റ്റൻസ് ബോക്സും പിയും ഒരു കീ പാരലായിട്ട് കണക്ട് ചെയ്യുന്നു.
അപ്പൊ നമ്മൾ ആദ്യം ഈ K2 എന്ത് ചെയ്യുന്നു, K2 ഓപ്പൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിലൂടെ കറണ്ട് പോവില്ല, പിന്നെ ഈ ഇതിലൂടെ മാത്രമേ കറണ്ട് പോവുള്ളൂ. അപ്പൊ K2 ഓപ്പൺ ആക്കി വെച്ചിട്ട് നമ്മൾ ബാലൻസിൽ നിന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ സെല്ലിന്റെ മൊത്തം EMF കൂടെ ആക്ട് ചെയ്യും. അതേസമയത്ത് ഈ K2 എന്ന് പറഞ്ഞ കീ ക്ലോസ് ചെയ്താൽ കറണ്ട് ഇതിലേക്കൂടെ പോകും. ഈ കറണ്ട് ഇതിലേക്കൂടെ പോകുമ്പോൾ എന്താ സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ കറണ്ട് എത്രയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ R+R ആണ് ടോട്ടൽ റെസിസ്റ്റൻസ്. അപ്പൊ EMF-നെ R+R കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ കറണ്ട് I = E/R+R. ഈ കറണ്ട് കൊണ്ട് ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ കറണ്ടിനെ R കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഈ കറണ്ടിനെ R കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടും. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് K2 ഓപ്പൺ ആയിരുന്നപ്പോൾ മാത്രമായിരുന്നു അതിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, കാരണം ഈ കറണ്ട് ഇതിലേക്കൂടെ പോകുന്നില്ല. പക്ഷെ K2 ക്ലോസ് ചെയ്താൽ ഈ സർക്യൂട്ടിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നു. അപ്പോൾ E/R+R എന്ന് പറയുന്ന കറണ്ട് ആയിരിക്കും ഫ്ലോ ചെയ്യുന്നത്. ഈ കറണ്ട് R കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ V കിട്ടും. V = E/R+R × R. അപ്പൊ നമുക്ക് ഈ ഇക്വേഷനിൽ നിന്നും E/V ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ V ഇങ്ങോട്ട് പോയി, R+R അങ്ങോട്ട് പോയി, R താഴേക്ക് വന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? R+R/R കിട്ടും. 1+r/R കിട്ടും. ഇതിനെ നമ്മൾ ഈ 1-നെ ഇപ്പുറത്ത് കൊണ്ടുപോയി E/V - 1 r/R എന്ന് കിട്ടും. r is equal to R into E/V - 1, that is R. So this is how. അപ്പൊ ഈ സ്മോൾ r എന്ന് പറയുന്നത് ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ദ സെൽ. ഇനി നമ്മൾ ബാലൻസിംഗിൽ എന്ത് കണ്ടുപിടിക്കുന്നു? ഓരോ കേസിലും ആദ്യം ഈ K2 എന്ന് പറയുന്ന സെല്ല് എന്ത് ചെയ്യുന്നു? ഈ K2 എന്ന് പറയുന്ന സെല്ല് ഓപ്പൺ ആക്കുന്നു, K3 ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ കറണ്ട് ഇതിലേക്കൂടെ ഇങ്ങനെ നേരെ പോകുന്നു. ഇവിടെ ഒന്നുമില്ല. കറണ്ട് ഇതിലേക്കൂടെ നേരെ പോകുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് L0 കിട്ടും. L0 എന്ന് പറയുന്ന ബാലൻസിംഗ് എന്ത് കിട്ടും? സെക്കൻഡ് കേസിൽ ഇവിടെ K2 എന്ന് പറഞ്ഞ കീ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ E/R+R എന്ന് പറഞ്ഞ കറണ്ടിലൂടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും. ദാറ്റ് ഈസ് V. V is equal to E/V is equal to E/R+R × R. ഈ I × R എന്ന് പറയുന്ന വോൾട്ടേജ് കിട്ടും. L എന്ന് പറയുന്ന ലെങ്ത് കിട്ടും. അപ്പോൾ E is proportional to L0, V is proportional to L. അപ്പോൾ E/V is equal to L0/L. അപ്പോൾ ഈ E/V-യുടെ വാല്യൂ L0/L ആണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. E/V-യുടെ വാല്യൂ L0/L ആണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. L0/L ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ L0/L - 1 × R. അപ്പോൾ L0/L - 1 × R എന്ന് വെച്ചാൽ L0 - L/L × R. അപ്പോൾ L-ഉം L0 നമുക്ക് അറിയാമെങ്കിൽ സ്മോൾ r കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് സ്മോൾ r is nothing but R എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ബോക്സ് റെസിസ്റ്റൻസ് ആണ്. സ്മോൾ r എന്ന് പറയുന്നത് ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ദ സെൽ ആണ്. ഇങ്ങനെയാണ് നമ്മൾ ഒരു സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇത് നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ നോട്ട്സ് ഞാൻ ഇപ്പോൾ അപ്ലോഡ് ചെയ്യാം. ഇസ് ഇറ്റ് ക്ലിയർ ടു യു? കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? യെസ്, ശ്രുതി മാത്രം പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളവർ എല്ലാം ചോദിച്ചു സംസാരിക്കടോ. നിങ്ങളെ സൗണ്ട് എനിക്ക് കേൾക്കാമല്ലോ. നിങ്ങൾ ആരും സംസാരിക്കാത്തെന്താ? ഓക്കെ, നിങ്ങൾ വീഡിയോസ് എല്ലാം കേൾക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ കൂടുതൽ സമയം എടുക്കണമെന്നില്ല. അപ്പം ഞാൻ ബാക്കി വീഡിയോസ് എല്ലാവരും നിങ്ങൾ ഗൂഗിൾ ക്ലാസ് റൂമിൽ തുറന്നു നോക്കുക. എല്ലാ വീഡിയോസും കാണുന്നുണ്ട്. ഇനി ഒരു ടോപ്പിക്കും കൂടെ വേണമെങ്കിൽ ഞാൻ ഇപ്പം പറഞ്ഞുതരാം. കാരി ഫോസ്റ്റേഴ്സ് ബ്രിഡ്ജും കൂടെ പറഞ്ഞുതരാം.
ഓക്കെ, ഇതാണ് കാരി ഫോസ്റ്റേഴ്സ് ബ്രിഡ്ജ്. കാരി ഫോസ്റ്റേഴ്സ് ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഒരു വീസ്റ്റേൺ ബ്രിഡ്ജിന്റെ ഒരു വേറെ ഫോമാണ്. ഓക്കെ, എന്തായാലും ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ ഇതാണ് കാരി ഫോസ്റ്റേഴ്സ് ബ്രിഡ്ജ്. അവിടെ ഈ ഈസ്റ്റേൺ ബ്രിഡ്ജിൽ 4 റെസിസ്റ്റൻസേ ഉള്ളൂ. പക്ഷെ ഇവിടെ ഒരു കാരി ഫോസ്റ്റേഴ്സ് ബ്രിഡ്ജ് മീറ്റർ ബ്രിഡ്ജ് പോലെ ഒരു 100 മീറ്റർ വയറുണ്ട്, 100 സെന്റിമീറ്റർ വയറുണ്ട്. അതിലേക്ക് ഒരു ജോക്കിയും ഗാലനോമീറ്ററും കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ 4 ഗ്യാപ്പ് ഉണ്ട്. അതിൽ 2 അറ്റത്തുള്ള ഗ്യാപ്പ് റെസിസ്റ്റൻസ് ബോക്സ് ആണ്. ഈ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഗ്യാപ്പിലാണ് നമ്മൾ ശരിക്കും റെസിസ്റ്റൻസ്, അൺനോൺ റെസിസ്റ്റൻസ്, നോൺ റെസിസ്റ്റൻസ് വെക്കുന്നത്. ഇതിൽ ഫ്രാക്ഷൻ റെസിസ്റ്റൻസ്, കറക്ഷൻ റെസിസ്റ്റൻസ് പറയും. പിന്നെ അതേപോലെ രണ്ടാമത്തെ ഗ്യാപ്പും മൂന്നാമത്തെ ഗ്യാപ്പിന് ഇടയിൽ, അതായത് ഈ 2 സ്ഥലത്തിനിടയിൽ ഒരു ബാറ്ററി കണക്ട് ചെയ്യുന്നു. അപ്പം നമുക്ക് യഥാർത്ഥത്തിൽ ഈ വീസ്റ്റേൺ ബ്രിഡ്ജ് തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പം ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് വെച്ചാൽ ഇത് നമ്മൾ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ റെസിസ്റ്റൻസ് ആർ എന്ന് പറഞ്ഞ റെസിസ്റ്റൻസും എസ് എന്ന് പറഞ്ഞ റെസിസ്റ്റൻസും നമ്മൾ വേരി ചെയ്തുകൊണ്ട് ഇവിടെ 0 കറണ്ട് കിട്ടും. ആ 0 കറണ്ട് കിട്ടുമ്പോൾ ബാലൻസ് ആയി, ബ്രിഡ്ജ് ബാലൻസ് ആയി എന്ന് പറയും. അപ്പം നമ്മുടെ ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. ഇവിടെ പ്രധാനപ്പെട്ടത് ഇക്വേഷൻ, ഇപ്പൊ പി ബൈ ക്യൂ സിക്വൽ ടു ആർ ബൈ എസ് എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ നമ്മളെ വീസ്റ്റേൺ ബ്രിഡ്ജിന്റെ ഇക്വേഷൻ. പി ബൈ ക്യൂ സിക്വൽ ടു ആർ ബൈ എസ് എന്ന് പറയുന്നതാണ് വീസ്റ്റേൺ ബ്രിഡ്ജിന്റെ ഇക്വേഷൻ. പക്ഷെ ഇവിടെ നോക്കിയേ, പി ബൈ ക്യൂ സിക്വൽ ടു ആർ ബൈ എസിന് പകരം എക്സ് പ്ലസ് ആൽഫ പ്ലസ് L1 റോ എന്ന് പറയും. കാരണം വെച്ചാൽ എക്സ് എന്ന് പറയുന്നത് നമ്മൾ സൈഡിലിട്ട റെസിസ്റ്റൻസ്, ഫസ്റ്റ് ഗ്യാപ്പിലിട്ട റെസിസ്റ്റൻസ്. ആൽഫ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലെഫ്റ്റ് സൈഡിലുള്ള കറക്ഷൻ, എൻഡ് കറക്ഷൻ. L1 എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലെ വയറിന്റെ ബാലൻസിങ് ലെങ്ത്. റൈറ്റ് സൈഡിലെ ബാലൻസ് ലെങ്ത് 100 മൈനസ് L1 ആയിരിക്കും. അപ്പോൾ ആർ ബൈ എസ്, എസിന് പകരം വൈ എന്ന് പറഞ്ഞത് റൈറ്റ് സൈഡിൽ കണക്ട് ചെയ്ത റെസിസ്റ്റൻസ്. ബീറ്റ എന്ന് പറയുന്നത് ആൽഫ ആൻഡ് ബീറ്റ അത് റെസിസ്റ്റൻസ് ബോക്സ്, നമ്മൾ കണക്ട് ചെയ്ത റെസിസ്റ്റൻസ് ബോക്സ്. 100 മൈനസ് L1 എന്ന് പറഞ്ഞത് വയറിന്റെ ലെങ്ത്. റോ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് പെർ സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇത് രണ്ടും, ഇത് അറിയാം, പി അറിയാം, ക്യൂ അറിയാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ആൽഫ ആൻഡ് ബീറ്റ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. വൈ പ്ലസ്, അതേപോലെ നമ്മൾ ഇന്റർചേഞ്ച് ചെയ്യുക. ഇന്റർചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ആൽഫയും ബീറ്റയും എക്സ് വൈയും ഇന്റർചേഞ്ച് ചെയ്താൽ നമുക്ക് എക്സിന്റെ സ്ഥാനത്ത് വൈ കിട്ടും, നേരത്തെ വൈയുടെ സ്ഥാനത്ത് എക്സ് കിട്ടും. അപ്പം നമുക്ക് വൈ പ്ലസ് ആൽഫ പ്ലസ് L2 റോ ബൈ എക്സ് പ്ലസ് ബീറ്റ പ്ലസ് 100 മൈനസ് L2 റോ എന്ന് കിട്ടും. 2 ലെങ്ത് കിട്ടും. പിന്നെ ഈ 2 ഇക്വേഷനും ഇക്വേറ്റ് ചെയ്താൽ എക്സ് പ്ലസ് ആൽഫ പ്ലസ് L1 റോ ബൈ ഇത് 2 ഇക്വേറ്റ് ചെയ്യുന്നു, 2ലും 1 ആഡ് ചെയ്യുന്നു, സിംപ്ലിഫൈ ചെയ്യുന്നു. അവസാനം നമുക്ക് റോയുടെ വാല്യൂ നമുക്ക് കിട്ടും. റോ വിൽ ബി ദെൻ നത്തിങ് ബട്ട് ദ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് സെന്റിമീറ്റർ. അപ്പോൾ എക്സ് നമുക്ക് അറിയാമെങ്കിൽ L2 L1 അറിയാമെങ്കിൽ നമുക്ക് റോ കണ്ടുപിടിക്കാം. ഇതാണ് ഫസ്റ്റ് പ്രൊസീജിയർ, അതായത് റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ദ വയർ കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് പ്രൊസീജിയർ. ഇത് നമ്മൾ അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ എങ്ങനെ നോക്കാം? അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമ്മൾ റോയുടെ വാല്യൂ നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വൈയുടെ വാല്യൂ എക്സിയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ ആൽഫയുടെ വാല്യൂ ബീറ്റയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ നമ്മളെ വീഡിയോ നിങ്ങളുടെ യൂട്യൂബ് വീഡിയോയിൽ കംപ്ലീറ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്.
അത് നിങ്ങൾ കണ്ടു നോക്കുക. എന്നിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വാട്സപ്പിൽ പറയുക. അപ്പം ഞാൻ ഒന്നുകൂടെ വേണമെങ്കിൽ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നമുക്കിപ്പോൾ നിർത്തിയാലോ ക്ലാസ്? നിങ്ങളുടെ ഈ നോട്ട്സ് ഞാൻ നിങ്ങളുടെ ക്ലാസ് റൂമിൽ ഞാൻ അപ്ലോഡ് ചെയ്തോളാം. ഓക്കെ, താങ്ക് യു.